ഇപ്പോൾ പ്രതികരിക്കാൻ പി സന്തോഷ് കുമാർ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്തോഷ് കുമാർ, എല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, PM3യിലെ തർക്കം തീർന്നു എന്ന് പറയാനായി അല്ലേ? അതായത് കഴിഞ്ഞ 6 ദിവസം മുൻപ് ആരംഭിച്ച ഈ PMCയുമായി ബന്ധപ്പെട്ട തർക്കമോ വിവാദമോ എന്തോ ആവട്ടെ, അതൊരു പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിട്ടതും വളരെ ആത്മാർത്ഥവുമായ ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. അപ്പൊ അത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു CPI-CPM തർക്കമായിട്ടല്ല ഒരിക്കലും അതിനെ ചിത്രീകരിക്കുന്നത്. അതൊരു നയപരമായ വിഷയമാണ്. അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ നയങ്ങൾക്ക് അനുസൃതമായ ധാരണ ഉണ്ടാക്കണം എന്നാണ് CPI ഒരു പാർട്ടി മേഖലയിൽ ആഗ്രഹിച്ചത്. അപ്പോൾ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല ശ്രമങ്ങളാണ് നടക്കുന്നത്. ഞാൻ അതിന്റെ ഒരു അവസാന വാക്ക് പറയാവുന്ന സ്ഥിതിയിലല്ല ഇപ്പോഴുള്ളത്. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു അല്ലേ? അല്ല, അത് ഞാൻ അതിന്റെ ഞാൻ പിന്നെ റിപ്പോർട്ട് പോലെ ഒരു പ്രമുഖ മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ടും ഒരു കാര്യത്തിനകത്തൊരു വ്യക്തത വരണമല്ലോ. ഞാൻ ഇടയ്ക്ക് നിങ്ങളെ ചാനലിൽ തിരക്കടയിൽ കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ കീഴടങ്ങി എന്നൊക്കെയുള്ള വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും കീഴടങ്ങുന്ന നിലയിലല്ല അതിനെ ഞങ്ങൾ കണക്കാക്കുന്നത്. ഇരു പാർട്ടികൾക്കുമുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, പൊതുവെ LDFിലെ മറ്റ് കക്ഷികൾക്കുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നല്ല തീരുമാനം വരുമെന്നാണ് ഞാൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ശ്രീ സന്തോഷ് കുമാർ, കേന്ദ്രം അതിനെ എങ്ങനെ എടുക്കുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് പുറത്തേക്ക് വരുന്ന വിവരം തൽക്കാലം മരവിപ്പിക്കുന്നു. ഈ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളിൽ ഇളവുകൾ തേടുകയാണ് സംസ്ഥാനം എന്നുള്ളതാണ്. അങ്ങനെ ഒരു രീതി ഇല്ല. അപ്പോൾ കേന്ദ്രത്തിന് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് പാടില്ല എന്നത് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സാധ്യമാകുമെന്നൊരു ചോദ്യമുണ്ട്. അല്ല, ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോ അവസാനമായിട്ട് രണ്ട് പാർട്ടികൾക്കും LDFനും പൊതുവിനും സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നതിന് ശേഷമാണ് അതിന്റെ പ്രായോഗികതയും അപ്രായോഗികതയും സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തി. ഞാനിപ്പോ അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് അത് പൂർണ്ണമായും പുറത്തു വരാതെ അതിന്റെ ഒരു പ്രായോഗികതയോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ സംസാരിക്കുക പ്രയാസമായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഏറ്റവും മാന്യമായി രാഷ്ട്രീയമായി ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗംഭീരമായി തന്നെ നടന്നു വരുന്നുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, അതൊരു കീഴടങ്ങലിന്റെ പ്രശ്നമല്ല, മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ ക്യാബിനറ്റും കേരളത്തിന്റെ മുന്നണിയും ഒരുമിച്ച് തീരുമാനിച്ചാൽ, മുന്നണി തീരുമാനിച്ച്, പ്രത്യേകിച്ച് ഇരു പാർട്ടികൾ തീരുമാനിച്ച് ക്യാബിനറ്റ് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രായോഗികതയൊക്കെ ഞങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പോകുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിന് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ 3:30 മന്ത്രിസഭാ യോഗത്തിലേക്ക് 4 മന്ത്രിമാരും CPM മന്ത്രിമാരും എത്തും അല്ലേ? ഞാനിപ്പോ അത് പറയേണ്ടത്, ഞാൻ ഈ നിമിഷം അതിനെക്കുറിച്ചൊരു കൃത്യമായ ബോധനം നടത്തുന്നത് ഒട്ടും ശരിയായിരിക്കില്ല. എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനൗചിത്വമായിരിക്കും അങ്ങനെ ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ. ഞങ്ങളുടെ പാർട്ടി കൺസൾട്ടേഷൻസും യോഗങ്ങളും ഒക്കെ കൂടാനിരിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഞാനൊരു ആ കാര്യത്തിൽ അവസാന വാക്ക് താങ്കളോട് പറയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാലും ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണല്ലോ. ആ ക്ലാരിറ്റി വാർത്താ സമ്മേളനങ്ങളിൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. അപ്പൊ കേന്ദ്രത്തിനോട് എടുക്കുന്ന സമീപനത്തിലും ആ ക്ലാരിറ്റി വേണമല്ലോ. അപ്പൊ ആ കത്ത് പുറത്തു വിടണം. കേന്ദ്രത്തിന് അയക്കാൻ പോകുന്ന കത്ത് ജനം അറിയണമല്ലേ? CPIക്ക് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ ഒരു നിലപാട് കേരളം ഉയർത്തിപ്പിടിക്കുന്നു. ആ നിലപാട് വിജയിക്കുക, അല്ലെങ്കിൽ അതിനൊരു പ്രായോഗികമായ ഒരു പരിസമാപ്തി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെയും കൂടെ ആഗ്രഹമാണല്ലോ, എല്ലാ മലയാളികളുടെയും. അപ്പൊ അതിലേക്ക് എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിപ്പോ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൽ എപ്പോ നമുക്കൊരു ക്ലാരിറ്റി, അതായത് CPI നേതാക്കൾ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാമോ? അല്ല, CPI നേതാക്കന്മാരുടെ വാർത്താ സമ്മേളനം സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോ വാർത്താ സമ്മേളനം ഇനി അവർ ഔപചാരികമായി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തില്ലെങ്കിലും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രതികരണം തേടുമല്ലോ. അത് ഫലത്തിൽ നമ്മള് ഈ പിന്നെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42ാം ഭരണഘടനയെ കുറിച്ച് പറയുന്നത് പോലെ അതൊരു മിനി പത്രസമ്മേളനം തന്നെ ആയിരിക്കും നിങ്ങൾ ബന്ധപ്പെടുമ്പോ. അതായത് 1 മണിക്കുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അല്ലേ? 1 മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കിയത് സന്തോഷം തന്നെ. ഞാൻ 1 മണിക്കുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരിക്കും അത്. 1 മണിക്കുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരിക്കും ഉറപ്പായിട്ടും. അങ്ങനെ വിചാരിക്കാം. ശരി, വളരെ നന്ദി സന്തോഷ് കുമാർ പ്രതികരിച്ചതിന്.
സന്തോഷമാണ് CPI നേതാക്കളുടെ പ്രതികരണത്തിലെല്ലാം നയത്തിൽ ഉറച്ചു നിൽക്കുന്ന തീരുമാനത്തിലേക്ക് വന്നത്. അതൊരു കീഴടങ്ങലായി അല്ലെങ്കിൽ CPMന്റെ കീഴടങ്ങലായി കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഒരുമിച്ചുള്ള തീരുമാനത്തിലേക്ക് ഒരുമിച്ചുള്ള മന്ത്രിസഭായോഗം എന്നൊക്കെ പറയുമ്പോൾ 4 CPI മന്ത്രിമാരും മന്ത്രിസഭായോഗത്തിനെത്തും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കേണ്ടത്. CPIയിൽ ഒരു തീരുമാനങ്ങളും മറ്റു നേതാക്കൾ പറയുന്നില്ല. CPI സംസ്ഥാന സെക്രട്ടറിയെ അത് ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ യോഗശേഷം ബിനോയ് വിശ്വം പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അന്ന് പ്രതികരിച്ചതും ബിനോയ് വിശ്വമാണ്. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ കുറച്ചുകൂടി കടുപ്പിച്ചൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ എന്താണ് കേന്ദ്രത്തോട് പറയാനാകുന്നത് എന്നതിൻ്റെ കത്തിന്റെ കരട് ഡി രാജയ്ക്ക് MABV അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ തലത്തിലും പതിവില്ലാത്ത വിധം 2 പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാരും ഈ ചർച്ചകളിൽ ആദ്യന്തം പങ്കെടുക്കുകയാണ് എന്നുള്ളതാണ്. അതൊരു മുന്നണിയുടെ പ്രശ്നം, LDFന്റെ പ്രശ്നം എന്ന രൂപത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞപ്പോൾ ആ നിലയ്ക്കുള്ള ഇടപെടലുകൾ 2 ദേശീയ സെക്രട്ടറിമാരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന രൂപത്തിൽ ഇതിലെല്ലാം ഉപരി ഇനി ഒറ്റയ്ക്ക് CPMന് ഏകപക്ഷീയമായി വലിയ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൂടിയാണ് CPI ഈ നടപടിയിലൂടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നയപരമായ കാര്യങ്ങൾ അങ്ങനെ ഒളിച്ചു കടത്താനാവില്ല, ചർച്ചകളിലൂടെ തന്നെ വേണം എന്നുള്ളൊരു സന്ദേശം CPIക്ക് നൽകാനായിരിക്കുന്നു. അതല്ല എങ്കിൽ പിന്നാക്കം പോകേണ്ടി വരുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് CPI ഇപ്പോൾ ഈ നിലപാടിലൂടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്.